സങ്കീർത്തനം 103 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പ്രതിവാക്യമായി വായിച്ച് കേൾക്കാം. മൂന്ന് 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 103 1 മുതൽ 13 വരെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ എൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തെ വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ എല്ലായ്പ്പോഴും ഫലസിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തോണ്ട് നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണ്ട് നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ചേർന്ന് പറയാം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. ഇന്നത്തേക്കുള്ള വേദഭാഗം വായിച്ച് കേൾപ്പിക്കും. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. റോമർ 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നതെങ്ങനെ? അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചിരുന്ന് എഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കെത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. ഈ വാഴ്ചയുടെ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ സന്ധ്യയിൽ നോമ്പ് ആരാധനകളുടെ 4-ാമത്തെ രാത്രിയിൽ ഞങ്ങൾക്ക് കർത്തൃസന്ധിയിൽ അല്പസമയമായിരിക്കാൻ ദൈവമേ കൃപ നൽകിയതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൂട്ടായ്മ ആചരിക്കുന്നത് എന്തുമാത്രം ഭാഗ്യമുള്ള അവസരമാണ് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഏഴകളായി ഞങ്ങളെ ദൈവം കൃപയോടെ കടാക്ഷിച്ചിരിക്കുകയാൽ സ്തോത്രം. നീ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരണമേ. എന്ത് ആഗ്രഹത്തോടും പ്രത്യാശയോടും അവർ കടന്നു വന്നുവോ ആവശ്യങ്ങൾ അങ്ങ് തുണനിൽക്കുകയും കർത്താവിൻ്റെ കൃപമേൽ കൃപ പ്രാപിച്ച് അനുഗ്രഹത്തോടെ ജീവിച്ച് നിത്യജീവൻ്റെ പ്രത്യാശ നേടുവാൻ, ജീവിതത്തിൽ ഉന്നതി തന്നെ പ്രാപിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രത്യേകാൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങെടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ കർത്താവേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു.
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ യേശു പൈതൽ വളർന്നതുപോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിക്കുകയും ദൈവിക കൃപ കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ആലയത്തിലെ എല്ലാ വിശ്വാസികളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും നൽകി ദൈവം ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ നാളുകളിൽ ക്രൂശിനോട് ചേർന്നിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ പങ്കപ്പാടുകളെ ഓർക്കുവാനും ആ ക്രൂശിൻ്റെ വാഹകരായി തീരുവാനും യേശുക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ ആലയത്തിൻ്റെ ചുറ്റും ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് അങ്ങയുടെ കൃപ പകരുന്നതിനായി സ്തോത്രം. ഈ ആലയത്തിൻ്റെ നെടുകയും കുറുകയും അങ്ങ് നടകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവമായ കർത്താവിൻ്റെ കരം തൊടുന്ന അനുഭവം ഞങ്ങൾ അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ പ്രാപിപ്പാൻ, ആ അഭിഷേകത്തോടെ ഞങ്ങളുടെ ജോലികൾക്കും പഠനങ്ങൾക്കും പുറപ്പെട്ടു പോകുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഈ നാളുകളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ എല്ലാവരെയും സഹായിക്കണമേ. പ്രത്യേകാൽ സൺഡേ സ്കൂളിനെ, യുവജന സംഘടനയെ, ബാലജന സഖ്യത്തെ, വിമൻസ് ഫെലോഷിപ്പിനെ, കൊയറിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. അവരിൽ ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. പ്രത്യേകാൽ ഇന്ന് ഈ ആലയത്തിൽ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ ഓർക്കുന്നു. എല്ലാത്തിനും ഒരു കാരണമുണ്ട് എന്ന് വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഈ ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊരു കാരണമുണ്ട് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ സമയം കണ്ടെത്തി നോമ്പ് ആരാധനകൾക്ക് പങ്കെടുക്കുവാൻ, കർത്താവിന് ഒരു ഇടം ഞങ്ങളുടെ ഉള്ളിൽ കൊടുക്കുവാൻ ദൈവം ഒരു ത്വര നൽകിയിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കും. ഇന്നത്തെ ആരാധന അങ്ങേക്ക് മഹത്വപൂർണ്ണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. വായിച്ചു കേട്ട വചനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അതിന് ഞങ്ങൾ കർത്താവെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് അപ്രകാരം ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. സ്നാനത്തിലൂടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നതിലൂടെ ഞങ്ങൾ കർത്താവിനെ പൂർണ്ണമായി ഗ്രഹിക്കാൻ അങ്ങ് സഹായിച്ചല്ലോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തന്നെ ഇനിയും ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കും. ആലയത്തിലായിരിക്കുന്നവരെ ഒന്നുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കും. പ്രത്യേകിച്ച് നാളുകളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയമക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 464 ഗീതം ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. പാടി പുകഴ്ത്തിടാം യേശുനാഥനെ. കൈകളെ അടിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 464 ഗീതം.
പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവിന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. പെറ്റാതുള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാം എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവമാതെ എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തങ്കരത്തിൽ വച്ചു ജീവമാതെ എന്നും ഓടും ഞാൻ. യേശുവിന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്ന് രക്ഷകൻ പരേതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവിന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. യോർദാൻ സമതല ശോധനയിലും താഴ്ന്നു പോകാതെ ആത്മിൻ ജയധ്വനിയോട് കാത്തുപാലിക്കും രഹസ്യമശ്ചര്യം. ആത്മിൻ ജയധ്വനിയോട് കാത്തുപാലിക്കും രഹസ്യമശ്ചര്യം. യേശുവിന്റെ നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുവേ. അർപ്പിക്കപ്പെട്ട കാഴ്ചയെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, ഇന്ന് അർപ്പിക്കപ്പെട്ട ഈ കാഴ്ച ദൈവം സ്വീകരിക്കണമേ. ഇതർപ്പിച്ച കരങ്ങളെയും അർപ്പിക്കേണ്ടുന്ന കരങ്ങളെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമേ. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സമൃദ്ധമായ നന്മ എല്ലാവരും അനുഭവിപ്പാൻ കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും കാഴ്ച അർപ്പിക്കുവാൻ സാമ്പത്തിക ശേഷി അനുവദിച്ചില്ല എങ്കിൽ ദൈവമായ കർത്താവെ അവർക്ക് ആവശ്യമായ നന്മകളെ സമ്പത്തിനെ ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ കാഴ്ചയെ സമർപ്പിക്കുന്നു. ദൈവരാജ്യത മഹത്വനായിട്ട് ഇത് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വചനധ്യാനത്തിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇരിക്കാം. പരസ്യമായി പറയുവാനുള്ള കാര്യങ്ങൾ. ഇന്ന് ഡിസ്ട്രിക്ട് സ്വമേധാ സുവിശേഷ സംഘത്തിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് അയണിമൂട് സഭയിൽ വെച്ച് മൊട്ടമൂട് സഭ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വമേധാ സുവിശേഷ സംഘത്തിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. അച്ഛൻ ഡിസ്ട്രിക്ട് ചെയർമാൻ അവിടെ പോയേ പറ്റൂ. അച്ഛൻ അവിടെ പോയിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്.
നിങ്ങളെല്ലാവരും അത് ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ പെട്ടെന്നാണല്ലോ ഈ നോമ്പാരാധന ക്രമീകരിച്ചത്. അതിനു മുമ്പേ തീരുമാനിച്ചതാണ് ഈ സ്വമേധാ സുവിശേഷത്തിൻ്റെ വില. അതും ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ പ്രഭാത ആരാധന രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ എത്തുവാൻ പ്രത്യേകാൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 4-ാം ദിവസം. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്ന, പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആദ്യത്തെ ദിവസം നോമ്പിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി അച്ഛൻ അറിയിച്ചു. രണ്ടാമത്തെ ദിവസം നോമ്പിൻ്റെ എന്താണ് നോമ്പ് എന്നും അത് സമർപ്പണവും ഒരുക്കവും, മാനസാന്തരവും സമർപ്പണവും ഒരുക്കവുമാണ് എന്ന് നാം ധ്യാനിച്ചു. മൂന്നാമത്തെ ദിവസം ഇന്നലെ എന്താണ് അനുതാപം, അതാണ് കൂടുതലായിട്ട് നാം ചിന്തിച്ചത്. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അനുതാപത്തിൻ്റെ തന്നെ ചില തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അതിന് ആധാരമായാണ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 14 വരെ വായിച്ച് കേട്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യെശയ്യാപ്രവചൻ്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ നാളുകളിൽ ആധാരമാക്കുന്നത്. അതിന് 2-ാമത്തെ വാക്യം, അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയുവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വയ്പ്പുകളെ, അതായത് പ്രവൃത്തികളെ എന്നോട് ചോദിച്ചു ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ പുതുക്കത്തിൽ എങ്ങനെ നടക്കാം, ഇതാണ് വിഷയം. അനുതാപത്തിൽ നാം ദൈവത്തോടടുക്കുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാൻ കഴിയും. നാം ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും, ഞാൻ പൂർണ്ണമായിട്ടും ചിന്തിക്കുന്നു, ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ഒരു പ്രാവശ്യമെങ്കിലും ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച് അവരവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തികളാണ് ഇവിടെ ആയിരിക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് നമ്മെ ഉദ്ദേശിച്ചാണ് ഈ വാക്യം യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിയാൻ ഇച്ഛിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നാം മുമ്പോട്ട് ജീവിക്കുമ്പോൾ ഏതാണ് വഴി എന്ന് നമ്മുടെ പ്രാണനാഥനായ ക്രിസ്തു കാണിച്ചാൽ മാത്രമേ ആ വഴി ശോഭനമാവുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രവാചകനോട് ദൈവം പറയുകയാണ്, അവർ നീതി പ്രവർത്തിക്കുന്നു, തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെയാണ് നീതിയോടെ ജീവിക്കുന്നത് എന്ന് അവർ എന്നോട് ചോദിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരു വാക്യം നിങ്ങൾക്കറിയാം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആത്മാവിൻ്റെ ദരിദ്രത എന്ന് പറയുന്നത് ആത്മീകമായി തികഞ്ഞു എന്ന ചിന്തയല്ല. ആത്മീയമായിട്ട് നമ്മളൊന്നുമല്ല, ഒന്നാമത്തെ പടിയിലെത്തിയിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ് ആത്മീയമായിട്ടുള്ള ദരിദ്രത. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേരുവാൻ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം പാഠമായി വായിച്ച 6-ാം അധ്യായം
നമുക്കെടുക്കാം. അതിൽ 1 മുതൽ 14 വരെയുള്ള ചില വാക്യങ്ങൾ നാം ധ്യാനിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് പാപം, ജീവൻ, പാപം നിമിത്തമുള്ള മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് നിമിത്തമുള്ള ജീവൻ, ഈ 2 വിഷയങ്ങളാണ് ആ ഭാഗത്തിൽ കാണുന്നത്. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? അത് വളരെ അർത്ഥവത്തായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക. തുടക്കത്തിലെ വാക്യത്തിൽ തന്നെ ലേഖകൻ ചോദിക്കുകയാണ്, പാപം പെരുകുന്ന ഇടത്ത് കൃപ പെരുകുമെന്നോ? പാപം ചെയ്തു, ദൈവത്തോട് ഏറ്റു പറഞ്ഞു. പഴയ നിയമത്തിൽ യഹൂദന്മാർ പാപം ചെയ്ത് വർഷത്തിൻ്റെ ആ പെരുന്നാളിന് പുരോഹിതൻ പാപം ചെയ്ത വ്യക്തിയെ കൊണ്ടുവരും, മൃഗത്തിൻ്റെ തലയിൽ അവരുടെ കൈവയ്ക്കും, അവരുടെ പാപം മുഴുവൻ മൃഗത്തിൻ്റെ മേൽ ചുമത്തും. ഒരു പാപയാഗത്തിൽ ആ മൃഗത്തെ വിജനമായ സ്ഥലത്ത് കൊണ്ട് അഴിച്ചങ്ങ് വിടും, അത് അങ്ങ് പോവും പാപവും കൊണ്ട്. മറ്റൊരു യാഗത്തിൽ ഈ പാപം ചാർത്തപ്പെട്ട ആ മൃഗത്തെ യാഗമാക്കി തീർക്കും. അങ്ങനെ യഹൂദൻ്റെ പാപം കഴുകിക്കളയും, അല്ലെങ്കിൽ അത് മോചിക്കപ്പെടും എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ തന്നെ വിശ്വസിച്ചു. പക്ഷേ ഒരു പാപം ചെയ്തു, ഒരു കുറുപ്രാവിനെ ബലി കൊടുത്തു. അതിനടുത്ത വർഷം വീണ്ടും അതിനേക്കാളും വലിയ പാപം ചെയ്തു, ആട്ടിൻകുട്ടിയെ ബലി കൊടുത്തു. അതിനടുത്ത വർഷം വീണ്ടും അതിനേക്കാൾ വലിയ പാപം ചെയ്തു, പശുക്കിടാവിന് യാഗമായി നൽകി. ദൈവത്തിൽ സമർപ്പിക്കാൻ പാപത്തിന് മരിക്കാൻ, മാനസാന്തരപ്പെടാൻ, അനുതപിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്ത് 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 പാപത്തിന് അധീനരായി തീർന്നു. അതാണ് അവിടെ പാപം പെരുകുന്ന ഇടത്ത് കൃപ പെരുകുമെന്നോ? 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുകയാണ്. പാപം പെരുകുന്ന ഇടത്ത് കൃപ പെരുകുമല്ലോ എന്ന് പറയാണ്. ഒരിക്കലും അരുത്. അറിയാതെ ചെയ്തു പോകുന്ന പാപത്തെ അല്ല ഈ പറയുന്നത്, പാപത്തെ വെള്ളം പോലെ കുടിക്കുന്ന. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം ബുദ്ധിഹീനതയാണ് മനുഷ്യൻ കാണിക്കുന്നത്. അതിൻ്റെ പുറത്തെഴുതിയിരിക്കുകയാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ് മദ്യപാനം. ഇത് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അത് സേവിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന വ്യക്തി, പാൻപരാഗ് അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നു, ഇത് ക്യാൻസറിന് കാരണമാകും. കാരണമാകാമെന്നല്ല, ഇത് ക്യാൻസറിന് കാരണമാകും. ഇതെഴുതി വച്ചിട്ടും അതിനെ നിരന്തരം സേവിക്കുന്ന മനുഷ്യൻ, വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങൾ ദൈവം നൽകിയിട്ടും അതിനെ അനുസരിക്കാതിരിക്കുന്ന മനുഷ്യൻ, അതാണ് ഒരിക്കലും അരുത്. ദൈവത്തെ പരീക്ഷിക്കരുത്, ഒരിക്കലും അരുത്. പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കും ക്ഷമിക്കും ക്ഷമിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും പാപം ചെയ്ത മനുഷ്യൻ, ആ ചിന്ത മാറണം. അതിനാണ് ഈ ദൈവവചനം ധ്യാനിക്കുന്നത്. നാം പാപത്തിന് മരിച്ച്, എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നാം ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മുടെ പാപ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചു. പാപ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചു. നാം ആദ്യം പാപത്തിന് അടിമകളായിരുന്നു. എന്നിട്ട് നാം മരിച്ചപ്പോൾ നമ്മുടെ പഴയ പാപങ്ങളെല്ലാം അതിനോടുകൂടെ മരിച്ചു. ഒരടിമ ഉണ്ടെന്നിരിക്കട്ടെ യജമാന്, ആ അടിമ മരിച്ചു പോയാൽ പിന്നെ ആ യജമാന് ആ അടിമയിൽ കർത്തൃത്വം നടത്തുവാൻ കഴിയുമോ? പാപത്തിന് മരിച്ച്
കുറച്ചുകൂടെ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ആ മരിച്ച അടിമ ഒരിക്കലും പിന്നെ യജമാനൻ്റെ നിയന്ത്രണത്തിലല്ല അവൻ സ്വതന്ത്രനാണ്. പാപത്തിൽ മരിച്ചതല്ല, പാപത്തിന് മരിച്ച ഏതൊരു വ്യക്തിയും പിന്നെ പിശാചിൻ്റെ അടിമയല്ല. നാം ദൈവത്തിൽ സ്വതന്ത്രരാണ്. ദൈവത്തിൻ്റെ കൃപയിലൂടെ നാം പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാലയങ്ങളിൽ പോയി മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാത്ത ഒരു ഭക്ഷണവും വെളിയിൽ നിന്ന് കഴിക്കില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. സമൂഹം മലീമസമാണ്. ഏത് രീതിയിലും ക്രിസ്തു ഭക്തരെ തകർക്കുവാൻ, ക്രിസ്തീയ കുഞ്ഞുങ്ങളെ തകർക്കുവാൻ ചട്ടം കെട്ടി ഇറങ്ങിയിരിക്കുന്ന അടുത്ത കൂട്ടുകാരുണ്ട് എന്ന് ഓർക്കണം. അതുകൊണ്ട് ഒരിക്കലും സമൂഹത്തിൽ നാം ഇറങ്ങുമ്പോൾ നമ്മുടെ വിശുദ്ധിയും നമ്മുടെ വേർപാടും പാലിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ സ്കൂളിൽ പോകുമ്പോൾ പറഞ്ഞുവിടും, നിൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ തരുന്നതൊന്നും വാങ്ങി ഭക്ഷിക്കരുത്. അരുത് എന്ന് പറയുന്നത് അരുത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ ശക്തി നമ്മിൽ വരുന്നത് പാപത്തിന് നാം മരിക്കുമ്പോഴാണ്, നാം വിടുവിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നാം യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്നാനത്തിന് നിങ്ങൾ ഒരുങ്ങുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ പറയും, യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് സ്നാനം? യേശുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ, യേശുവിനോട് കൂടെ മരിക്കാൻ. യേശുവിൻ്റെ മരണത്തോട് പങ്കാളികളായവരാണ് നാം. പാപത്തിന് മരിച്ചവരാണ് നാം. അതേ അർത്ഥത്തിൽ സ്നാനത്തിലോട്ട് നമുക്ക് പോകാം. സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? സ്നാനത്തിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കളയപ്പെടുന്ന പ്രക്രിയയാണ് സ്നാനം. നമ്മുടെ പഴയ സ്വഭാവം മരിക്കുന്നു. മരിച്ചുപോയ വ്യക്തിക്ക് എങ്ങനെ അവിടെ എണീറ്റ് വരാനായിട്ട് കഴിയും? നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് സ്നാനമേറ്റ നാം നമ്മുടെ പഴയ സ്വഭാവത്തെ മരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്നാനമേറ്റ് കഴിയുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്, ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ഒരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. കൊച്ചു പ്രായം കഴിഞ്ഞ മുതിർന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും സ്വീകരിച്ചു, ഇനി അമ്മയോട് ഞാൻ കോപിക്കില്ല. നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ലേ? ഞാനിനി അമ്മയോട് കോപിക്കില്ല, ഞാൻ എൻ്റെ സഹോദരനോട് കോപിക്കില്ല, ഞാൻ ഇനി കള്ളം പറയുകയില്ല, ഞാനിനി വിശുദ്ധിയോടെ ജീവിക്കും, ഞാൻ എല്ലാ ആഴ്ചയും സൺഡേ സ്കൂളിൽ പോവും, ഞാൻ ദൈവവചനം പഠിക്കും, ഞാൻ എൻ്റെ പാഠങ്ങളൊക്കെ വളരെ ഹൃദിസ്ഥമാക്കി പഠിക്കും. ഇത് തീരുമാനമെടുത്തിട്ടും ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിൽ, ഈ കഠിനമായിട്ടുള്ള ഇൻപങ്ങളൊന്നും നിങ്ങൾക്കില്ല, എനിക്കറിയാം. ഭവനത്തിൽ TV കാണും, അല്ലെങ്കിൽ മൊബൈൽ കാണും. അതിലോട്ട് പോയിട്ടില്ലേ നാം ഒരു നിമിഷമെങ്കിലും? പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ആത്മീയ ജീവനോടെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ പഴയ സൃഷ്ടിപ്പ് പോയി, പഴയ സ്വഭാവം മരിച്ചു. അതാണ് സ്നാനമെന്ന് പറയുമ്പോൾ നമ്മുടെ പാപ സ്വഭാവം മരിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൈകളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്തടിച്ചിരിക്കുന്നു, എൻ്റെ കാലുകളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്തടിച്ചിരിക്കുന്നു. അപ്പോൾ കൈയും കാലും യേശുവിൻ്റെ ക്രൂശിനോട്
ചേർത്തടിച്ചിരിക്കുമ്പോൾ എൻ്റെ കൈകൾക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? എൻ്റെ കാലുകൾക്ക് എങ്ങനെ പാപം ചെയ്യാൻ കഴിയും? അതാണ് പാപത്തിന് മരിച്ച് എന്ന് പറയുന്നത്, യേശുവിനോട് കൂടെ മരിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ പുതിയ ആത്മീയ സ്വഭാവം പിറക്കുന്നു. സ്നാനപ്പെട്ട് തിരുവത്താഴം സ്വീകരിച്ച് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടാലറിയാം, ദൈവഭയത്തോടെ ഭവനത്തിൽ നിഷ്കളങ്ക സ്വഭാവത്തോടെ പെരുമാറി അനുഗ്രഹത്തോടെ അവർ വസിക്കും. അങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ആത്മീയ സ്വഭാവം പിറക്കുന്നത്. ആത്മീയ സ്വഭാവം അങ്ങനെയാണ് യേശുവിനോട് ചേരുന്നത്. യേശുവിനോട് ചേരുവാൻ നാം സ്നാനം ഏൽക്കുന്നു, യേശുവിനോട് ചേർന്നിരിക്കാൻ. ഒരു ഭാര്യയെ ഭർത്താവ് ചേർത്ത് പിടിക്കുന്നത് പോലെ, ഒരു ഭർത്താവിനെ ഭാര്യ ചേർത്ത് പിടിക്കുന്നത് പോലെ, അപ്പനും അമ്മയും മക്കളെ ചേർത്ത് പിടിക്കുന്നത് പോലെ, മക്കൾ അപ്പനും അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നിന്നാൽ പിശാചിന് ദൈവം നമ്മെ വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, യേശുവിനോട് കൂടെ മരിക്കുമ്പോൾ ഉറപ്പായും ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. ഈ രണ്ട് വാക്കും വളരെ വ്യക്തമാണ്, അത് അർത്ഥത്തിൽ തന്നെ വ്യക്തമാണ്. നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കുമ്പോൾ ഉറപ്പായും യേശുവിനോട് കൂടെ ഉയർക്കും. അപ്പോൾ ഉയർക്കണമെങ്കിൽ മരിച്ചേ മതിയാവൂ. ഉയർപ്പിൻ്റെ ജീവൻ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ പാപത്തിന് മരിക്കണം. നമ്മുടെ ശരീരങ്ങളെ, പൗലോസ് ഒറ്റ വാക്കിൽ പറയും, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി. യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മരണം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. അതാണ് നാം നമ്മുടെ ശരീരങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്തടിക്കണമെന്ന് വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. ആ യാഗമായി സമർപ്പിക്കപ്പെടുന്ന പഴയ ശരീരത്തിന് എങ്ങനെ പാപം ചെയ്യുവാൻ കഴിയും? പുതിയ ജീവനിലേക്ക് കടക്കുവാൻ പഴയ സ്വഭാവത്തെ വെടിഞ്ഞ് മതിയാവുകയുള്ളൂ. ഒരു വാക്യം എടുത്ത് വായിക്കാമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിനോടുകൂടെ പാപത്തിന് മരിക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള ഉയർപ്പിലൂടെ പുതിയ ജീവനിലേക്ക് നാം പ്രവേശിക്കും. പഴയ സ്വഭാവം മാറും. വായിക്കാമോ? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുഭവമായി രൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പുതിയ മനുഷ്യനെയാണ് നാം ധരിക്കേണ്ടത്. നമുക്കറിയാം, യേശു പറഞ്ഞ ഉപമയാണ്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകർന്നു വച്ചാൽ ഈ പുതിയ വീഞ്ഞിന് വീര്യം കൂടുതലുള്ളത് കൊണ്ട് തുരുത്തി പൊളിച്ച് വീഞ്ഞ് ഒഴുകിപ്പോകും. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ പഴയ മനുഷ്യൻ മരിക്കണം, പുതു സൃഷ്ടിയായി തീരണം, രൂപാന്തരപ്പെടണം, ആത്മീയ മനുഷ്യനായി ജീവിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞോന്നറിയില്ല, ഗാന്ധിജി പഠിപ്പിച്ച ഒരു
സാദൃശ്യ കഥയുണ്ട്. നിങ്ങൾ കണ്ടിരിക്കും പല സ്ഥലത്തും 3 കുരങ്ങന്മാർ ഇങ്ങനെ ഇരിക്കുന്നത്, 2 കണ്ണും അടച്ച് വായടച്ച് ചെവിയടച്ച്. എന്താ അർത്ഥമാക്കുന്നത്? കാണേണ്ടത് കാണണം, കാണരുതാത്തത് കാണരുത്. കേൾക്കേണ്ടത് കേൾക്കണം, കേൾക്കരുതാത്തത് കേൾക്കരുത്. പറയേണ്ടത് പറയുക തന്നെ വേണം, പറയരുതാത്തത് പറയരുത്. നടന്ന ഒരു സംഭവം, ഒരു യുവാവായ മകൻ ഭവനത്തിൽ നിന്ന് അമ്മയുമായിട്ട് പിണങ്ങി അവൻ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, വളരെ വഴക്കിട്ടാണ് അവൻ ഇറങ്ങിയത്. വളരെ വേദനയോടെ അമ്മ പറഞ്ഞു, നീ പോകുന്ന പോക്കിൽ പോടാന്ന് പറഞ്ഞു അവനോട്. അങ്ങനെ പറഞ്ഞു. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ ബോഡി ആ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ആക്സിഡൻറ്റ്, ഒരു പാണ്ടി ലോറി വന്ന് തട്ടി അവൻ തൽക്ഷണം മരിച്ചു. ഈ അമ്മയ്ക്ക് ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുമോ? അമ്മ പറഞ്ഞ വാക്കിന് പറയേണ്ട കാര്യമേ പറയാവൂ, പറയരുതാത്തത് പറയരുത്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ ശാപത്തോടുകൂടിയുള്ള ഒരൊറ്റ വാക്ക് പറയരുത്, പിന്നെ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ശപിക്കാതെ അനുഗ്രഹിക്കുക, ശപിക്കാതെ അനുഗ്രഹിക്കുക. ഒരു ദോഷപ്പെട്ട നീ പഠിച്ചില്ലെങ്കിൽ നശിച്ചു പോകും പറയാൻ പാടില്ല. നീ പഠിക്കണം, നീ നന്നാവും. പഠിക്കാത്ത കുട്ടിയോടും പറയണം. ഭാവിയിൽ ശാസ്ത്രജ്ഞന്മാരായി തീർന്ന അനേക വ്യക്തികളുടെ മാതാപിതാക്കളുടെ സാക്ഷ്യമാണ്. അവനെ ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ശകാരിച്ച് അവനെ വഴക്ക് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല, അവനെ ചേർത്ത് പിടിച്ചു. മക്കളെ ചേർത്ത് പിടിച്ചു നോക്കൂ, അവരധികമധികം ശോഭിക്കും, നിങ്ങളെ കൂടുതൽ അനുസരിക്കും. മക്കളെ ചേർത്ത് പിടിച്ചാൽ മക്കൾ അവർ വളരട്ടെ, അവർ സ്വതന്ത്രമായിട്ട് ജീവിക്കട്ടെ. നാം നമ്മോട് ചേർത്ത് നിർത്തിയാൽ ആ ദൈവസ്നേഹത്തിൽ, നമ്മിൽ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹം കുഞ്ഞുങ്ങൾക്ക് കിട്ടും, അവർ ആ സ്നേഹത്തിൽ വളരും. ദൈവാനുരൂപമായ പുതിയ മനുഷ്യനെ ധരിക്കുക. അങ്ങനെ പുതിയ സ്വഭാവവും പുതിയ മനസ്സും പുതിയ ഹൃദയവും ലഭിക്കും. നിങ്ങളിൽ എത്ര പേർക്ക് പുതിയ ഹൃദയം വേണം? എത്ര പേർക്ക് പുതിയ മനസ്സ് വേണം? എത്ര പേർക്ക് പുതിയ സ്വഭാവം വേണം? നെഞ്ചി കൈവച്ച് പറയണം, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ അമ്മ പറഞ്ഞ അനുസരിച്ചില്ല, എൻ്റെ പപ്പ പറഞ്ഞ അനുസരിച്ചില്ല, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ അനുസരിച്ചില്ല, ഞാൻ മറുതലിച്ച് തിരിഞ്ഞുപോയി. ഇതൊക്കെ ദൈവം എന്നോട് ക്ഷമിച്ചത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. ദൈവമേ എനിക്ക് പുതിയ സ്വഭാവം തരണമേ. സമർപ്പിക്കാമോ? ദൈവമേ എനിക്ക് പുതിയ മനസ്സ് തരണമേ. ദൈവമേ എനിക്ക് പുതിയ ഹൃദയം നൽകണമേ. അങ്ങനെ ആത്മീക സ്വഭാവമുള്ള ആത്മീക ശരീരം ഉള്ളവരായി നാം തീരണം. ആത്മീക ശരീരം. ആത്മീയ ശരീരത്തിന് ഭക്ഷണം വേണ്ട, വായു വേണ്ട, വെള്ളം വേണ്ട. ആത്മീയ ശരീരത്തിന്. അതുകൊണ്ടാണ് 40 ദിവസം ഒരു ജലപാനം പോലും കൂടാതെ ഉപവസിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ നാം ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ആത്മീയ ശരീരത്തിന് ഈ ദാഹമോ വിശപ്പോ ഒരു ആത്മാവിൻ്റെ പകർച്ച ഞാൻ ചമച്ചപ്പോൾ അവിടെ ആരോ കൂടുതലും ചമച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പെരുകട്ടെ. ആത്മീയ സ്വഭാവമുള്ള ആത്മീക ശരീരം. ആത്മീക ശരീരം നാം ധരിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാൻ കഴിയുകയില്ല. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെച്ചാൽ മാത്രമേ ആ വീഞ്ഞ് നിലനിൽക്കുകയുള്ളൂ. ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്നു.
ഞാനൊരു ക്രിസ്ത്യാനിയാണോ? ഞാനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ? എന്താ അതിലെ ഉത്തരം? ഉത്തരം ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ശരീരത്തെ മരിപ്പിച്ചിട്ടുണ്ടോ? നാം വെളിയിൽ ചില കോപ്രായങ്ങളൊക്കെ കാണുന്നത് കണ്ടിരിക്കും. ഇവിടെ ഇങ്ങനെ തൂക്കി ശൂലം കുത്തി ശരീരം തൂക്കി നിർത്തി ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന അങ്ങനെയൊന്നും ക്രിസ്തീയ മാർഗത്തിലില്ല. നാം നമ്മെ തന്നെ യേശുവിൻ്റെ ക്രൂശിനോട് സിംബോളിക്കായി ചേർത്തടിക്കണം. അത് അങ്ങനെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരുന്നു. വളരെ വ്യക്തമായിട്ടൊരു വാക്കാണ് ക്രൂശിൽ ചേർത്തടിച്ചിരിക്കുന്നത് യേശുവിനോട് കൂടെ. പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പറയാമോ നമുക്ക്? എങ്ങനെ പഴയ മനുഷ്യൻ പറഞ്ഞേ? യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി, എൻ്റെ പഴയ മനുഷ്യൻ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതുകൊണ്ട് എനിക്കെങ്ങനെ പാപം ചെയ്യുവാനായി കഴിയും? ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന നിലയിൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. നാം ആലയത്തിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മെ കണ്ട് മറ്റുള്ളവർ പറയണം, ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന്. പാപസ്വഭാവത്തിൻ്റെ വാഴ്ച അവസാനിച്ചു എന്ന് മറ്റുള്ളവർ പറയണം. നാം ഇനി ഒരിക്കലും സാത്താൻ്റെ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. പാപസ്വഭാവത്തിൻ്റെ വാഴ്ച അവസാനിച്ചു. നാം ഇനി ഒരിക്കലും സാത്താൻ്റെ നിയന്ത്രണത്തിൽ അല്ല. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പറയുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. ദൈവമേ, ഞാൻ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിയായി എന്ന ബോധ്യം എനിക്കെപ്പോഴും നൽകണമേ. എൻ്റെ അകൃത്യങ്ങളെയും ക്രിസ്തു യേശു ക്രൂശിൽ ചുമന്ന ആ പിതാവിൻ്റെ സന്നിധിയിൽ പാപപരിഹാരത്തിനായി ഏൽപ്പിച്ച ത്യാഗം എന്നിൽ സദാ സജീവമാക്കണമേ. പിതാവിൻ്റെ മഹിമയിൽ ക്രിസ്തു ജീവിച്ചെഴുന്നേറ്റതുപോലെ എൻ്റെ ജീവിതത്തിലെ ക്രൂശീകരണ സമാന അനുഭവങ്ങൾ എന്നെ ജീവൻ്റെ പുതുക്കത്തിൽ നടത്താൻ സഹായിക്കണമേ. അനുദിനം എൻ്റെ ക്രൂശ് വഹിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. നിരാശയിലും പ്രലോഭനങ്ങളിലും പെട്ട് നിത്യദണ്ഡനത്തിൽ വിധേയപ്പെടാതെ എന്നെ സൂക്ഷിക്കണമേ. ദൈവമേ, പാപം നിറഞ്ഞ ലോകത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്തുഭക്തയായി ജീവിക്കാൻ എനിക്ക് അവിടുത്തെ കൃപയാൽ ധൈര്യവും ഉറപ്പും നൽകണമേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യമായ ജീവിതത്തോടും ഈ നോമ്പ് നാളുകളിലെ സമർപ്പണത്തോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ അൻപോ